ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ താരമാണ് നെയ്മർ ജൂനിയർ. അത് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് പിൻവലിക്കാനുള്ള ഉദ്ദേശം തനിക്കില്ല എന്നുള്ളത് നെയ്മർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനി ബ്രസീലിന് വേണ്ടി കളിക്കില്ല എന്നുള്ള നിലപാട് അദ്ദേഹം തീരുമാനിച്ച് ഉറപ്പിച്ച് എടുത്തതാണ്. ഇതേക്കുറിച്ച് ഒരു പ്രസ്താവന നെയ്മറുടെ പിതാവ് ഇന്ന് നടത്തിയിട്ടുണ്ട്. അതായത് നെയ്മർ തിരിച്ചു വന്നേക്കാം എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നെയ്മറുടെ പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മർ പറഞ്ഞത് ഇനി ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ബ്രസീലിനോടൊപ്പമുള്ള തൻ്റെ യാത്ര അവസാനിച്ചു എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇതാണ് നെയ്മറുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരുപക്ഷെ നെയ്മർ ഈ വിരമിക്കൽ തീരുമാനം പിൻവലിച്ചുകൊണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഇനിയും കളിച്ചേക്കാം എന്നാണ് ഇപ്പോൾ നെയ്മറുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത്. ഇതേക്കുറിച്ച് നെയ്മറോട് ചോദിച്ചിരുന്നു. അതായത് താങ്കളുടെ പിതാവ് ഇത്തരത്തിലുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട്, നിങ്ങൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചു വരുമോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ നെയ്മർ അതിന് നൽകിയ ഒരു മറുപടി ഇങ്ങനെയാണ്: അതിന് അങ്ങേരല്ലല്ലോ കളിക്കുന്നത് എന്നുള്ള ഒരു മറുപടിയാണ് നെയ്മർ നൽകിയിട്ടുള്ളത്. അതായത് തൻ്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അത് തനിക്കാണ്. താനാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്, അല്ലാതെ എൻ്റെ പിതാവല്ല കളിക്കുന്നത് എന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ നൽകിയിട്ടുള്ളത്. ചിരിച്ചുകൊണ്ടാണ്, തമാശ രൂപേണയാണ് നെയ്മർ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങി വരാൻ നെയ്മർ ജൂനിയർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഈ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും ആരാധകർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതല്ലെങ്കിൽ മുറവിളി കൂട്ടുന്ന ഒരു കാര്യം, നെയ്മർ ജൂനിയർ ഈ തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് പിൻവലിച്ചുകൊണ്ട് ഇനിയും കുറച്ചു കാലം ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കണം എന്നുള്ളതാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.